Hi guys, welcome to Veranda Race Malayalam YouTube channel. എൻ്റെ പേര് അതുല്യ. സോ നമ്മൾ ഇന്ന് SSC റെയിൽവേ റീസണിംഗ് സെഷൻ്റെ ഒരു സ്പീഡ് മോക്ക് സെഷനാണ് കണ്ടക്ട് ചെയ്യുന്നത്. ഇത്രയും നാൾ ചോദിച്ചിട്ടുള്ള GD, CHSL, CGL എക്സാംസിൻ്റെ എല്ലാത്തിൻ്റെയും ഒരു പ്രീവിയസ് ഇയർ ആണ് നമ്മൾ ഇന്ന് പോകുന്നത്. സോ നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസിനും 30 മിനിറ്റ് ടൈം നമ്മൾ തരുന്നത് 30 സെക്കൻഡ് ടൈം നമ്മൾ തരുന്നതാണ്. സോ അത് വെച്ചിട്ട് നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസ് ചെയ്യാം. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 39, 42, 48, 57, 69 and 102 എന്നാണ്. ഒരു മിസ്സിംഗ് നമ്പർ സീരീസ് ആണ്. ആ മിസ്സിംഗ് നമ്പർ എത്ര ആണെന്നാണ് ആദ്യമേ കണ്ടുപിടിക്കേണ്ടത്. സോ ഒരു 30 സെക്കൻഡ് ടൈം തരാം, നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കൂ. സോ ഈ സീരീസ് നോക്കുമ്പോൾ 39, 42, 48, 57, 69 -102 എന്നാണ് കൊടുത്തേക്കുന്നത്. സോ ഞാൻ എന്ത് ചെയ്തു, ഇത് അടുത്തടുത്തുള്ള നമ്പേഴ്സ് ആയതുകൊണ്ട് ഇതിൻ്റെ ഡിഫറൻസ് ആണ് ഫസ്റ്റ് എടുക്കുന്നത്. സോ ഇവിടെ ഒരു +3 ആണ്, ദെൻ ഇവിടെ ഒരു +6, ദെൻ ഇവിടെ നോക്കുമ്പോൾ എത്രയാണ് +9, ദെൻ പിന്നെ പോകുമ്പോൾ ഒരു +12 വന്നു. സോ ഈ ഇതെന്ന് പറഞ്ഞാൽ 3ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ അല്ലെങ്കിൽ 3 ആഡ് ചെയ്ത് പോകുന്നതാണ്. സോ 3 ആഡ് ചെയ്ത് പോകുമ്പോൾ ഇനി അടുത്തത് വരുന്നത് എത്രയാണ്, 15 ആണ്. സോ 69ൻ്റെ കൂടെ ഒരു 15 ആഡ് ചെയ്യുക. അപ്പോൾ എത്രയാണ് വരുന്നത്, 84 ആൻസർ വരുന്നത് അല്ലേ. 84 ആൻസർ വരുന്നത്. സോ 84 ഓപ്ഷൻ ഡി ആണ് എന്ത് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ പോകാം. ഏത് ഇയർ ആണ് ഇതിൽ ലീപ്പ് ഇയർ എന്നാണ് ചോദിച്ചേക്കുന്നത്. സോ ഇത് എളുപ്പ ക്വസ്റ്റ്യൻ ആണ്, നിങ്ങൾ ഒന്ന് ജസ്റ്റ് ചെയ്ത് നോക്കുക. ഒരു 30 സെക്കൻഡ് ടൈം തരാം. സോ ഈ ക്വസ്റ്റ്യൻ നോക്കുവാണെങ്കിൽ ഏതാണ് ലീപ്പ് ഇയർ എന്നാണ് നോക്കുന്നത്. നമ്മൾ ലീപ്പ് ഇയർ കണ്ടുപിടിക്കാനുള്ള എളുപ്പവഴി അറിയാം. ഏറ്റവും എന്ന് വെച്ചാൽ 4 കൊണ്ട് പെർഫെക്റ്റ്ലി ഡിവിസിബിൾ ആണെങ്കിൽ അതൊരു ലീപ്പ് ഇയർ ആണ്. സോ 4 കൊണ്ട് പെർഫെക്റ്റ്ലി ഡിവിസിബിൾ ആണോ എന്ന് നോക്കാൻ ലാസ്റ്റ് 2 ഡിജിറ്റ്സ് മാത്രം നോക്കിയാൽ മതി. ലാസ്റ്റ് 2 ഡിജിറ്റ് നോക്കുമ്പോൾ ഓപ്ഷൻ എ മാത്രമേ എന്തെന്നുള്ളൂ, 4 കൊണ്ട് പെർഫെക്റ്റ്ലി ഡിവിസിബിൾ ആയിട്ടുള്ളൂ. സോ 1076 ആണ് എന്ത് ഒരു ലീപ്പ് ഇയർ എന്ന് പറയുന്നത്. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 844 എന്ന് പറയുന്നതും 1263 എന്ന് പറയുന്നതും എന്തോ ഒരു രീതിയിൽ റിലേറ്റഡ് ആണ്. അതേപോലെ റിലേറ്റ് ചെയ്തേക്കുന്ന വേറെ ഏത് ഫോളോയിങ് സെറ്റാണ് ഇതിലുള്ളതെന്നാണ് ചോദിച്ചേക്കുന്നത്. സോ ഞാനൊരു 30 സെക്കൻഡ് ടൈം തരാം, നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കാം. സോ 844 എന്നാണ് കിടക്കുന്നത്. 844 നോക്കിയപ്പോൾ 44 എന്ന് പറയുന്നത് 11ൻ്റെ ടേബിളിൽ വരുന്നതാണ് അല്ലേ. സോ ഈ 844ൽ 11 എവിടെ നിന്നെങ്കിലും വരുന്നു എന്നാണ് ഫസ്റ്റ് നമ്മൾ ചിന്തിക്കേണ്ടത്. സോ നോക്കുമ്പോൾ 8 + 3 എത്രയാണ്, 11 ആണ്. 11 × 4 ആണ് എത്ര, 44 എന്ന് പറയുന്നത് അല്ലേ. സോ റാൻഡം ആയിട്ട് ഞാൻ ലാസ്റ്റ് 2 ടേംസും കൂടെ ആഡ് ചെയ്തിട്ട് 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഇനി അടുത്തതും അങ്ങനെ ചെയ്ത് നോക്കാം. 12 + 3 അല്ലേ. അപ്പോൾ എത്ര, 15 ആണ് വരുന്നത്. 15 × 4 ആണ് 60. സോ ആ ഓപ്പറേഷൻ ഇവിടെ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അതേ രീതിയിൽ വരുന്ന ഏതാണെന്നാണ് ചോദിച്ചേക്കുന്നത്. സോ ഇവിടെ ചെയ്യുമ്പോൾ ഏതാ വരുന്നത്, ഈ ഒരു രീതിയിൽ വരുമ്പോൾ നമ്മൾ ഓരോന്നും ചെയ്തു നോക്കാം. 12 + 5 എത്രയാണ് വരുന്നത്, 17 ആണ്. 17 × 4 നോക്കാം അല്ലേ. 12 + 5 എന്ന് പറഞ്ഞാൽ 17 ആണ്. 17 × 4 എത്രയാണ് വരുന്നത്, 68 ആണ് വരുന്നത്. സോ ഓപ്ഷൻ എ ആണെന്ത് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. 12, 68, ദെൻ 5. ബാക്കിയുള്ളതൊന്നും ആ ഒരു രീതിയിൽ വരുന്നില്ല. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ നോക്കാം. നെക്സ്റ്റ് എന്ന് പറയുന്നത് വരാൻഡ റേസിൻ്റെ 6 ലെവൽ പ്രാക്ടീസ് മെത്തേഡാണ്. ഈ ഒരു പ്രാക്ടീസ് ലെവലിൽ നിങ്ങൾക്ക് 6 ലെവൽസ് ആണ് നമ്മളിവിടെ കിടക്കുന്നത്. ആദ്യത്തെ ലെവൽ എന്ന് പറയുന്നത് ക്ലാസ് സെഷൻ ആണ്. നമുക്ക് മികച്ച ഫാക്കൽറ്റീസ് വെച്ചിട്ട് ഒരു നല്ലൊരു ക്ലാസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമുക്കറിയാം SSCക്ക് ആണെങ്കിൽ റീസണിങ്, ദെൻ കോൺ, ദെൻ ജനറൽ അവെയർനെസ് ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇംഗ്ലീഷ് ഉണ്ട്. ഈ 4 സെഷനാണ് വരുന്നത്. റെയിൽവേക്ക് ആണെങ്കിൽ നമുക്കുള്ളത്
ഇംഗ്ലീഷ് ഒഴികെ ബാക്കി 3 എണ്ണം ഉണ്ട്. ദാറ്റ് ഈസ് കോണ്ട് ഉണ്ട്, ദെൻ റീസണിങ് ഉണ്ട്, അതേപോലെ തന്നെ ജനറൽ അവയർനെസ് ഉണ്ട്. സോ ഈ 3 എണ്ണം ഉണ്ടായതുകൊണ്ട് ഇതിൻ്റെ മികച്ച ഫാക്കൽറ്റീസ് കൊണ്ടാണ് നിങ്ങൾക്കിത് പ്രൊവൈഡ് ചെയ്യുന്നത്, ഈ ക്ലാസ് സെഷൻ പ്രൊവൈഡ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് ഒരു സർക്കിൾ സെഷൻ ഉണ്ട്. സർക്കിൾ സെഷൻ എന്ന് വെച്ചാൽ ഒരു മെൻ്റർ സപ്പോർട്ടോട് കൂടി നിങ്ങൾ ക്വസ്റ്റ്യൻസ് എല്ലാം വർക്കൗട്ട് ചെയ്യുന്നതാണ് ഒരു സർക്കിൾ സെഷൻ. നിങ്ങൾക്ക് ഗൈഡ് ലൈൻസ് പറഞ്ഞു തരാനാണ് നിങ്ങൾക്കൊരു മെൻ്റർ ഉള്ളത്. പിന്നെ അത് കഴിഞ്ഞ് എക്സ്ട്രീം സർക്കിൾ ഒരു സൂപ്പർ ബാച്ച് ആണുള്ളത്. എക്സ്ട്രീം സർക്കിൾ എന്നും സൂപ്പർ ബാച്ച് എന്നും പറയുന്നത് ഇനി വരാൻ പോകുന്ന ഓൺഗോയിങ് ആയിട്ടുള്ള എക്സാംസിന് വേണ്ടിയിട്ട്, അപ്കമിങ് ആയിട്ടുള്ള എക്സാംസിന് വേണ്ടിയിട്ട് നിങ്ങളെ പ്രിപ്പയർ ചെയ്യുന്ന ആ ഒരു രീതിയാണ് എക്സ്ട്രീം സർക്കിളും സൂപ്പർ ബാച്ചിലും. നിങ്ങൾക്ക് ഇൻറ്റൻസിഫൈഡ് ആയിട്ടുള്ള ട്രെയിനിങ് തരും, സോ ദാറ്റ് നിങ്ങൾക്ക് ആ ഒരു എക്സാം ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഒരു റിപ്പ് സെഷൻ, പിന്നെ ഒരു മോക്ക് ഇൻ്റർവ്യൂ ആണുള്ളത്. മോക്ക് ഇൻ്റർവ്യൂ ബേസ്ഡ് ആയിട്ടുള്ള എക്സാംസിന് നമ്മളൊരു മോക്ക് ഇൻ്റർവ്യൂ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. സോ ഈ 6 ലെവൽ പ്രാക്ടീസ് മെത്തേഡിലൂടെയാണ് നമ്മൾ ഓരോ ആസ്പിറൻസും കടന്നു പോകുന്നത്. സോ നമുക്ക് അഡ്മിഷൻ ഡീറ്റെയിൽസിന് വേണ്ടിയിട്ട് ഇവിടെ ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ബാച്ചസ് അവൈലബിൾ ആണ്. ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ബാച്ചസിന് വേണ്ടിയിട്ട് ഈ 2 നമ്പേഴ്സിലേക്കും കോൺടാക്ട് ചെയ്യാം. സോ നോക്കുവാണെങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് നോക്കുന്നത്. 3380.108-183, 230 ആൻഡ് 258 എന്നാണ് പറഞ്ഞേക്കുന്നത്. ഇതിൽ ഈ ഒരു മിസ്സിംഗ് നമ്പർ സീരീസ് കണ്ടുപിടിക്കാനാണ്. സോ ഒരു 30 സെക്കൻഡ് ടൈം തരാം, നിങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ടുപിടിച്ച് നോക്കൂ. സോ ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കുവാണെങ്കിൽ 3380.108-183, 230 ആൻഡ് 258 എന്നാണ് പറഞ്ഞേക്കുന്നത്. ഇത് നോക്കുമ്പോൾ 33ഉം 80ഉം തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഒരു 47 കൂടുന്നതിനുള്ള വ്യത്യാസമാണ്. ദെൻ 80ഉം 108ഉം ആകുമ്പോൾ ഒരു 28 ആഡ് ചെയ്യുന്നു. ദെൻ അത് കഴിഞ്ഞിട്ട് 183ഉം 230 ആകുമ്പോൾ അല്ലേ, 183ഉം 230 ആകുമ്പോൾ 47 ആഡ് ചെയ്യുന്നു. ദെൻ വീണ്ടും ഒരു 28. സോ ഈ സീരീസ് എന്ന് പറയുന്നത് ആദ്യമേ ഒരു 47 ആഡ് ചെയ്യുന്നു, പിന്നെ അടുത്ത ടേമിൽ ഒരു 28 ആഡ് ചെയ്തു. ഈ ഒരു രീതിയിലാണ് പോകുന്നത്. സോ അപ്പോൾ മൂന്നാമത്തെ ഡിജിറ്റ് അല്ലെങ്കിൽ 4ാമത്തെ ഡിജിറ്റ് കണ്ടുപിടിക്കാൻ 108ൻ്റെ കൂടെ ഒരു 47 എന്ന് പറയുന്നത് ആഡ് ചെയ്യുക. ദാറ്റ് ഈസ് അപ്പോൾ എത്രയാണ് വരുന്നത്? 155 ആണ് ആൻസർ വരുന്നത്. 155 ഓപ്ഷൻ ബി ആണ് ഇത് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. സോ നമുക്ക് നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നതും ഒരു കോഡിംഗ് ഡീകോഡിംഗ് ക്വസ്റ്റ്യൻ, ഒരു നമ്പർ സീരീസ് ക്വസ്റ്റ്യൻ ആണ്, നമ്പർ ബസിലിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. 31, 47, 35, ദെൻ 51, 67, 55. ഇതെങ്ങനെയാണ് റിലേറ്റ് ചെയ്തേക്കുന്നത്? അതേ രീതിയിൽ ഇവിടെ ഈ ഒരു ഗിവൺ പെയറിൽ ഒരെണ്ണം റിലേറ്റഡ് ആയിട്ടുണ്ട്. സോ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ടുപിടിക്കുക. സോ ഈ ഒരു ഓപ്ഷനിൽ നോക്കുവാണെങ്കിൽ 31, 47, 35, ദെൻ എന്താണ് 51, 67, 55 എന്നാണ് കിടക്കുന്നത്. സോ ഞാൻ നോക്കുമ്പോൾ 31, 47, 35, പിന്നെ അതേപോലെ തന്നെ 51, 67, ഇവിടെ ഒരു സ്ക്വയറോ ഒരു ക്യൂബോ ഒന്നും കിടപ്പില്ല. സോ ഞാൻ ജസ്റ്റ് അതിൻ്റെ ഡിഫറൻസ് ഒന്ന് എടുത്ത് നോക്കിയാണ്. 31ഉം 47ഉം തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ഒരു 16ൻ്റെ വ്യത്യാസമാണ്. 47ഉം 35ഉം തമ്മിലുള്ള വ്യത്യാസം 12ൻ്റെ വ്യത്യാസമാണ്. സോ ഇവിടെ അങ്ങനെ ഒന്ന് നോക്കി, ഇത് തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ വീണ്ടും ഇത് 16 വന്നു, ഇതെന്ന് പറഞ്ഞാൽ 12ൻ്റെ വ്യത്യാസം വന്നു. സോ അങ്ങനെ ഒരു ഓപ്ഷൻ ഇതിൽ കിടക്കുന്നതായിരിക്കും കറക്റ്റ് ആയിരുന്നു വെച്ചാൽ ഒരു 16 ആഡ് ചെയ്യുക, ഇതിനൊരു 12 മൈനസ് ചെയ്യുക. സോ അത് നോക്കുവാണെങ്കിൽ ഇവിടെ ആദ്യത്തെ നോക്കുക 16 ആഡ് ചെയ്യുന്നത്, അപ്പോൾ ഒരിക്കലും 7 വരില്ല. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക 16 ആഡ് ചെയ്യുക, ദെൻ എന്താണ് 12 മൈനസ് ചെയ്യുക, അതും വരില്ല. മൂന്നാമത്തെ ഓപ്ഷൻ നോക്കുക 13 + 16, ദെൻ അതെത്രയാണ് 29 ആണ്. ഇനി 29ൽ നിന്നും എത്രയാണ് കുറയ്ക്കേണ്ടത്? 12 കുറയ്ക്കുക, വിച്ച് ഈസ് ഈക്വൽ ടു 17. സോ ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. സോ നമുക്ക് നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നോക്കാം. സിലോജിസം ക്വസ്റ്റ്യൻ ആണ്. സോ അതിലൊരു സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്, ഒരു കൺക്ലൂഷൻ തന്നിട്ടുണ്ട്. ഒരു 30 സെക്കൻഡ് ടൈം തരാം, നിങ്ങൾ ജസ്റ്റ് ചെയ്ത് നോക്കാം.
സോ ഈ സ്റ്റേറ്റ്മെൻറ്റ്സ് നോക്കുവാണെങ്കിൽ സം കൂളേഴ്സ് ആർ മിക്സേഴ്സ് അല്ലേ, നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് വെച്ചിട്ട് വെൻ ഡയഗ്രം വരയ്ക്കുകയാണ്. സം കൂളേഴ്സ് എന്ന് പറയുന്നത് എന്താണ്, മിക്സേഴ്സ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി സം മിക്സേഴ്സ് എന്ന് പറഞ്ഞാൽ സിസേഴ്സ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി സം സിസേഴ്സ് എന്ന് പറയുന്നത് നൈവ്സ് ആണെന്നും പറഞ്ഞിട്ടുണ്ട്. ഇനി കൺക്ലൂഷനിൽ പറയുന്നത് സം നൈവ്സ് ആർ മിക്സേഴ്സ് അല്ലേ, സം നൈവ്സ് ആർ മിക്സേഴ്സ് എന്ന് ഈ വെൻ ഡയഗ്രം വെച്ച് കിട്ടില്ല. സോ ഇതെന്ന് പറയുന്നത് ഓപ്ഷൻ തെറ്റാണ്. രണ്ടാമത് നോക്കുമ്പോൾ സം സിസേഴ്സ് ആർ കൂളേഴ്സ്, സം സിസേഴ്സും കൂളേഴ്സും തമ്മിലും ഒരു ഡെഫിനിഷൻ ഇതിൽ നിന്ന് കിട്ടത്തില്ല. സോ അതും തെറ്റാണ്. ഇനി സം നൈവ്സ് ആർ എന്താണ്, കൂളേഴ്സ്, സം നൈവ്സ് ആർ കൂളേഴ്സ് എന്ന് പറയുന്നതും നമുക്ക് എന്ത് ചെയ്യത്തില്ല, ഈ ഒരു ഡയഗ്രാമിൽ നിന്ന് കിട്ടാൻ പറ്റത്തില്ല. സോ അതും തെറ്റാണ്. ഇനി നോ നൈഫ് ആർ ഇസ് എ മിക്സ്ചർ അല്ലേ, നോ നൈഫ് ഇസ് എ മിക്സ്ചർ വന്നാൽ അതും എന്താണ്, ഒരു നൈഫും മിക്സ്ചർ അല്ല, അതും എന്താണ്, തെറ്റാണ്. അത് നമുക്ക് കറക്റ്റായിട്ട് പറയാൻ പറ്റില്ല. സോ ഇവിടെ നോക്കുമ്പോൾ എല്ലാം തെറ്റാണ്. സോ ഇതെന്താണ്, നൺ ഓഫ് ദം ഫോളോ ആണ് കറക്റ്റായിട്ടുള്ള ഇക്വേഷൻ. സോറി, ഇതെന്ന് പറയുന്നത് നൺ ഓഫ് ദീസ് ഫോളോസ്. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഈ സെഷൻ്റെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. സോ ഇത് നോക്കുവാണെങ്കിൽ NHT എന്ന് പറയുന്ന PEXനോട് എങ്ങനെ റിലേറ്റഡോ അതേപോലെ തന്നെ KDF MAGയോട് റിലേറ്റഡ് ആണ്. സോ UMR റിലേറ്റ് ചെയ്തേക്കുന്നത് ഏതൊരു ഇതിലാണെന്നാണ്. കോഡിംഗ് ഡീകോഡിംഗ് ഒരു ക്വസ്റ്റ്യൻ ആണ്, നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കുക. സോ ഇവിടെ നോക്കുവാണെങ്കിൽ NHT എന്ന് പറയുന്നത് PEXനോട് റിലേറ്റഡ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ. സോ എന്നും പിയും ആ ഒരു ഇത് നോക്കുമ്പോൾ ഇവിടെ എന്താണ്, ഒരു +2 ആണ് ആഡ് ചെയ്തേക്കുന്നത്. 14ഉം 16ഉം തമ്മിൽ ഒരു +2 ഇത്. ദെൻ 8ഉം 5ഉം തമ്മിലൊരു 3 മൈനസ് ചെയ്തേക്കുന്നത് അല്ലേ, 8 - 3 ആണ് 5 എന്ന് പറയുന്നത്. അടുത്ത എന്താണ്, ഇവിടെ ഒരു 4 ആഡ് ചെയ്തേക്കുന്നു. സോ ആ ഒരു ഇതിൽ വരുവാണെങ്കിൽ ഇവിടെ എന്ന് പറയുന്നത് എന്താണ്, ഇവിടെ ഞാൻ നോക്കി, ഇവിടെ എന്ന് പറയുന്നതും എത്രയാണ്, ഒരു +2, then ഇവിടെ ഒരു -3 ആൻഡ് ദസ് ഇവിടെ +4. സോ ആ ഒരു രീതിയിലാണ് പോയേക്കുന്നത്. സോ അതേ വെച്ചിട്ട് നോക്കുമ്പോൾ 21 പ്ലസ് എത്രയാണ്, ആദ്യമേ 2 ചെയ്യുക അല്ലേ, 21 + 2 23 ആണ് വരുന്നത്, വിച്ച് ഈസ് ഈക്വൽ ടു W ആണ് അല്ലേ, W. അത് കഴിഞ്ഞ് ഇതിനെ എന്താണ് 3 മൈനസ് ചെയ്യുക. സോ അവിടെ 10 ആണ് വരുന്നത്, 10 എന്ന് പറയുന്നത് J. ഇവിടെ എന്ന് പറയുന്നത് 4 ആണ് ആഡ് ചെയ്യേണ്ടത്, 18ൻ്റെ കൂടെ 4 ആഡ് ചെയ്യുമ്പോൾ 22 ആണ് വരുന്നത്, 22 എന്ന് പറയുന്നത് V ആണ് ഓപ്ഷൻ വരുന്നത്. സോ WJV എന്ന് പറയുന്നതാണ് ഓപ്ഷൻ കറക്റ്റ്. സോ അതെന്ന് പറയുന്നത് ഓപ്ഷൻ A ആണ് അല്ലേ, WJV. സോ ഇന്നത്തെ സെഷൻ എന്ന് പറയുന്നത് ഈ ഒരു 7 ക്വസ്റ്റ്യൻസും നമ്മൾ നേരത്തെ എന്ന് വെച്ചാൽ ഓരോ പ്രീവിയസ് ഇയറിലായിട്ട് വന്നിട്ടുള്ള CGL, CHSL, GD അതേപോലെ തന്നെ ഇനി വരാൻ പോകുന്ന ALP ആ എക്സാംസിലെല്ലാം നേരത്തെ ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. സോ നമ്മളെപ്പോഴും പ്രീവിയസ് ഇയർ ചെയ്ത് നോക്കുക, കാരണം പ്രീവിയസ് ഇയർ പാറ്റേണിലായിരിക്കും വീണ്ടും എന്ത് ചെയ്യുന്നത് ക്വസ്റ്റ്യൻസ് വരുന്നത്. കാരണം ഒരു 8 ഷിഫ്റ്റ് അല്ലെങ്കിൽ നമുക്കറിയാം ഒരു CGL എന്ന് പറഞ്ഞാൽ എത്ര ഷിഫ്റ്റിൽ എത്ര ദിവസത്തിലാണ് നടത്തുന്നതെന്ന് അറിയാം. സോ അതിൽ ഓരോ ഷിഫ്റ്റിലും ഒരു 25 ക്വസ്റ്റ്യൻ വീതം കിട്ടിയാൽ തന്നെ നമുക്ക് നല്ല രീതിയിൽ ആ 25 ക്വസ്റ്റ്യനും നല്ല രീതിയിൽ അനലൈസ് ചെയ്താൽ തന്നെ നമുക്ക് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാവുന്നതാണ്. സോ ക്വസ്റ്റ്യൻസ് എല്ലാം അതേപോലെ അനലൈസ് ചെയ്യുക. ഈ സ്പീഡ് മോക്ക് വെച്ചിട്ട് നിങ്ങൾക്ക് ആ ടൈം ഗ്യാപ്പ് നിങ്ങൾക്ക് ഒരു 30 സെക്കൻഡിനുള്ളിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് എല്ലാം ചെയ്യാൻ പറ്റുന്നതെന്ന് നോക്കുക. ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ റൈറ്റ് ട്രാക്കിലാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എവിടെയെങ്കിലും ഒരു മിസ്റ്റേക്സ് ഉണ്ടായിരിക്കും. ആ മിസ്റ്റേക്ക് സോർട്ട് ചെയ്തിട്ട് നമുക്ക് ഇനി വരുന്ന എക്സാംസിന് പ്രാക്ടീസ് ചെയ്യാം. സോ ദാറ്റ് നിങ്ങൾക്ക് ആ ഒരു കോൺഫിഡൻസ് കിട്ടും. ഒരു 30 സെക്കൻഡിനുള്ളിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റുന്നൊരു കോൺഫിഡൻസ് കിട്ടിയാൽ നമുക്ക് ആ കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സ്പീഡ് മോക്ക്, ബൂസ്റ്റ് യുവർ സ്പീഡ് എന്ന് പറഞ്ഞൊരു ഈ ഒരു സ്പീഡ് മോക്ക് സെഷൻ നടത്തുന്നത്. സോ ഈ സ്പീഡ് മോക്ക് സെഷൻ എല്ലാവർക്കും യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. താങ്ക് യു വെരി മച്ച്.